വർഗീയത മാത്രം ചിന്തിക്കുന്ന ഒരു വിഭാഗം കേരളത്തിലെ ക്രൈസ്തവർക്കിടയിലുണ്ടെന്ന് മന്ത്രി സജി ചെറിയാൻ. ആർഎസ്എസിന്റെ പിൻബലത്തോടെ കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഒരു പുരോഹിതന്റെ ഫോണിൽ തനി മുസ്ലിം വിരുദ്ധ പോസ്റ്റുകൾ കണ്ടെന്നും സജി ചെറിയാൻ പറഞ്ഞു. ഇവിടുത്തെ ന്യൂനപക്ഷമാണല്ലോ ക്രൈസ്തവ വിഭാഗം. ആ ക്രൈസ്തവ വിഭാഗത്തിൽ ഇപ്പോ പ്രവർത്തിക്കുന്ന ഒരു തനി വർഗീയ സംഘടന, വർഗീയമായി ചിന്തിക്കുന്ന ഒരു സംഘടന അതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ അടുത്ത സമയത്ത് ഒരു പുരോഹിതനെ കാണുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഫോൺ യാദൃശ്യമായി നോക്കേണ്ടി വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഫോണിൽ കാസയുടെ വാക്കുകളും വാക്യങ്ങളുമാണ് വന്നത്. താനി മുസ്ലിം വിരുദ്ധമായ പ്രചരണം നടത്തി. ആർഎസ്എസിന്റെ പിൻബലത്തോടുകൂടി കേരളത്തിലെ ക്രൈസ്തവ വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന കാസയുടെ രാഷ്ട്രീയം ഈ കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗത്തിന് ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമത്തിന്റെ ഭാഗമാണ്. ഇവരെല്ലാം കൂടി ചേർന്ന് ഈ കേരളത്തെ വിഴുന്നു. അതിനെല്ലാ പിന്തുണയും സതീശൻ പാർട്ടി കൊടുത്തുകൊണ്ടിരിക്കുക. ഇവിടുത്തെ ന്യൂനപക്ഷമാണല്ലോ ക്രൈസ്തവ വിഭാഗം. ആ ക്രൈസ്തവ വിഭാഗത്തിൽ ഇപ്പോ പ്രവർത്തിക്കുന്ന ഒരു തനി വർഗീയ സംഘടന, വർഗീയമായി ചിന്തിക്കുന്ന ഒരു സംഘടന അതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ അടുത്ത സമയത്ത് ഒരു പുരോഹിതനെ കാണുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഫോൺ യാദൃശ്യമായി നോക്കേണ്ടി വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഫോണിൽ കാസയുടെ വാക്കുകളും വാക്യങ്ങളുമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. താനി മുസ്ലിം വിരുദ്ധമായ പ്രചരണം നടത്തി. ആർഎസ്എസിന്റെ പിൻബലത്തോടുകൂടി കേരളത്തിലെ ക്രൈസ്തവ വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന കാസയുടെ രാഷ്ട്രീയം ഈ കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗത്തിന് ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമത്തിന്റെ ഭാഗമാണ്. വിവരങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, മന്ത്രി സജി ചെറിയാന്റെ ഭാഗത്തു നിന്ന് ഈ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടാകുന്നത് ആദ്യത്തെ തവണയല്ല. കാസയുടെ പേരെടുത്ത് വരെ പറഞ്ഞുകൊണ്ടുള്ള വലിയ വിമർശനം, എത്ര രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളായിരുന്നു മന്ത്രി ഉന്നയിച്ചത്? അപർണ, ഇന്ന് രാവിലെ ആലപ്പുഴ വലിയ ചുടുകാട്ട് സംഘടിപ്പിച്ച പി കെ ചന്ദ്രാനന്ദൻ അനുസ്മരണവുമായി ബന്ധപ്പെട്ട മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് പി കെ ചന്ദ്രാനന്ദൻ അനുസ്മരണവുമായി ബന്ധപ്പെട്ട് നടന്ന പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് പൊതുയോഗത്തിലാണ് ഇത്തരത്തിൽ കാസയ്ക്കെതിരെ വിമർശനം മന്ത്രി സജി ചെറിയാൻ ഉയർത്തിവിട്ടത്. അദ്ദേഹം അത് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്. അതായത്, ഒരു പുരോഹിതന്റെ ഫോൺ താൻ യാദൃച്ഛികമായി കാണാനിടയായി. ആ കണ്ട ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഫോണിൽ മുഴുവൻ ഉണ്ടായിരുന്നത് കാസയെക്കുറിച്ചുള്ള ഇത്തരത്തിൽ കാസയെക്കുറിച്ചുള്ള കാസയുടെ വാക്കുകളും ഒപ്പം തന്നെ വാക്യങ്ങളുമായിരുന്നു എന്നത് തന്നെ അത്ഭുതപ്പെടുത്തി എന്നുള്ളതാണ് സജി ചെറിയാൻ വ്യക്തമാക്കിയത്. അത്തരത്തിൽ കാസ ക്രിസ്ത്യൻ സമൂഹത്തിൽ മുസ്ലിം വിരോധം വളർത്തുന്നു എന്നാണ് മന്ത്രി വിമർശിച്ചത്. ഒപ്പം തന്നെ കാസയുടെ പ്രവർത്തനം RSS പിന്തുണയോടെയാണ് നടക്കുന്നത് എന്നുമാണ് മന്ത്രി അത്തരത്തിലുള്ള കുറ്റപ്പെടുത്തലും മന്ത്രിയുടെ ഭാഗത്തു നിന്ന് പ്രസംഗത്തിലുണ്ടായി. അപർണ, പുരോഹിതന്റെ മൊബൈൽ ഫോണിലടക്കം മുസ്ലിം വിരുദ്ധ പോസ്റ്റുകൾ കണ്ടു എന്നതടക്കമുള്ള പരാമർശങ്ങൾ വന്നിരിക്കുന്നത് ഒരു മന്ത്രിയുടെ ഭാഗത്തു കൂടിയാകുമ്പോൾ ശരണ്യ, സ്വാഭാവികമായിട്ടും ഈ കാസ നേരത്തെയും ഉന്നയിച്ച പല വിഷയങ്ങളുണ്ട്. അത് മുനമ്പം സമര സമയത്തു പോലും ഉയർന്നു വന്നതൊക്കെയാണ്. അപ്പോൾ പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഈ തരത്തിലുള്ളൊരു രൂക്ഷമായിട്ട് ഒരു പരാമർശം വരുമ്പോൾ അത് CPM ഏറ്റെടുക്കുമോ എന്നത് കൂടിയാണ് ഇനി കണ്ടറിയാനുള്ളത്. ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങളുണ്ടോ? എങ്ങനെ നോക്കിക്കാണണം? ആ രീതിയിൽ, അതായത് മുനമ്പം സമരം ഹൈജാക്ക് ചെയ്തതടക്കം ഉള്ള ഒരു ഇടപെടൽ കാസയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ള ഒരു ആക്ഷേപം ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ സജി ചെറിയാൻ പല ഘട്ടങ്ങളിലും അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതിന്റെ പിന്തുടർച്ച എന്നോണം വേണം ഇന്ന് ആലപ്പുഴയിൽ സംഘടിപ്പിച്ച പൊതുയോഗത്തിൽ, അതായത് പി കെ ചന്ദ്രാനന്ദ അനുസ്മരണവുമായി ബന്ധപ്പെട്ടുള്ള പൊതുയോഗത്തിലും മന്ത്രി ഇത്തരം ഒരു തുറന്ന പറച്ചിൽ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിക്കുന്നതിനായി കാസ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അത് താൻ കണ്ട ഒരു സംഭവം എന്നുള്ള രീതിയിൽ, അത് നേരിട്ട് കണ്ടറിഞ്ഞ ഒരു സംഭവം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ആ പ്രസംഗത്തിൽ വ്യാഖ്യാനിച്ചത്. കാരണം ഒരു പുരോഹിതന്റെ ഫോൺ താൻ കണ്ടിരുന്നു. താൻ കണ്ടപ്പോഴാണ് അതിനകത്തുണ്ടായിരുന്ന കാര്യങ്ങൾ തന്നെ ഞെട്ടിക്കുന്നതായിരുന്നു എന്നുള്ളതാണ്. കാസയുടെ പ്രചാരണങ്ങളും അതുമായി ബന്ധപ്പെട്ട വാക്കുകളും വാക്യങ്ങളുമായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത് എന്നുള്ള, പുരോഹിതന്റെ ഫോണിൽ ഉണ്ടായിരുന്നത് താൻ നേരിട്ട് കണ്ടതാണ് എന്നാണ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത്. മാത്രമല്ല, അത്തരത്തിൽ നേരിട്ട് കണ്ട കാര്യങ്ങൾ
തന്നെ അത്ഭുതപ്പെടുത്തിയെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അത്തരത്തിൽ സമൂഹത്തിൽ RSSുമായി ചേർന്ന മുസ്ലിം വിരുദ്ധത ക്രിസ്ത്യൻ സമൂഹത്തിനുള്ളിൽ വളർത്തുന്നതിന് വേണ്ടി കാസയുടെ ഇടപെടൽ കൃത്യമായി നടക്കുന്നുണ്ട് എന്നുള്ളതാണ് സജി ചെറിയാൻ വ്യക്തമാക്കിയിട്ടുള്ളത്. ശരണ്യ സ്നേഹജം വിവരങ്ങൾ നൽകുന്നത്. ശരണ്യ, ഒരു കാര്യം കൂടി, ലവ് ജിഹാദുമായിട്ട് ബന്ധപ്പെട്ടും കാസ ഈ ഏറ്റവും അടുത്ത് ഉന്നയിച്ച വലിയ വിമർശനങ്ങളിൽ അത് നേരിട്ട് ഇടത് സർക്കാരിനെ വിമർശിക്കുന്ന പരാമർശങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ അഴിച്ചുവിട്ടിരുന്നു. എന്തെങ്കിലും തരത്തിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് കാസ ഉയർത്തിയ പരാമർശങ്ങളോ മറ്റോ മന്ത്രി എന്തെങ്കിലും അഭിപ്രായമോ പരാമർശമോ നടത്തുകയുണ്ടായിരുന്നോ? അത്തരം കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിരുന്നില്ല. മറിച്ച് ഇന്ന് ഉണ്ടായ ഈ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ടുണ്ടായ വിമർശനങ്ങൾ, ചില മതസംഘടനകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ പറയുന്ന കൂട്ടത്തിലാണ് മന്ത്രി ഇങ്ങനെയൊരു പ്രസ്താവന നടത്തിയത്. അതായത് ഈ രീതിയിലുള്ളൊരു ഇടപെടൽ പല ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഈ പ്രസംഗത്തിൽ തന്നെയാണ് മന്ത്രി ഡോക്ടർ ഹാരിസിനെ കുറിച്ചുള്ള വിമർശനവും നടത്തിയത്. അതിനൊക്കെ ശേഷമായിരുന്നു സർക്കാരിന്, അതായത് ഹാരിസിന്റെ വിഷയം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ആരോഗ്യ വകുപ്പിനെ വലിയ തോതിൽ പ്രതികൂട്ടിലാക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നടക്കം പറഞ്ഞുകൊണ്ട്, എന്നാൽ അതിനൊക്കെ വലിയ വിമർശനം കാണിക്കുന്നു. അപ്പോൾ ഇത്തരം സംഘടനകളെ കുറിച്ചുള്ള വിവരങ്ങളും പുറത്തു വരുന്നു, അത്തരം കാര്യങ്ങളിലൊക്കെ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ ഉള്ള ഒരു വിമർശനമായിരുന്നു മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. എന്തായാലും ഈ വരികളാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് സംസ്ഥാനത്തെ ഒരു മന്ത്രി തന്നെ പറയുകയാണ്, താൻ നേരിട്ട് കണ്ട് അറിഞ്ഞതാണ് പുരോഹിതന്റെ ഫോണിൽ, ക്രിസ്തീയ പുരോഹിതന്റെ ഫോണിൽ ഈ കാസയെ കുറിച്ചുള്ള മുദ്രാവാക്യങ്ങളും ഒപ്പം അതിനെ സംബന്ധിച്ചിട്ടുള്ള മറ്റ് പോസ്റ്റുകളും അദ്ദേഹത്തിന്റെ ഫോണിൽ താൻ നേരിട്ട് കണ്ടു എന്നാണ് പറഞ്ഞത്. നമുക്കറിയാം, മുനമ്പ സമരവുമായി ബന്ധപ്പെട്ടൊക്കെ ഈ കാസയുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നുണ്ട്. മുസ്ലിം ശരണ്യ തിരികെ വരാം. ഇപ്പോൾ കെന്നഡി കരിമകാലയിൽ നമുക്കൊപ്പം ചേരുന്നു, കാത്തലിക് ഫോറത്തിന്റെ ശ്രീ കെന്നഡി കരിമകാലയിൽ. RSSന്റെ സഹായത്തോടുകൂടി ഒരു വിഭാഗം ക്രൈസ്തവ സമൂഹത്തിലുള്ള ഒരു വിഭാഗം കടുത്ത വർഗീയത പരത്തുന്നു, അതിരൂക്ഷമായിട്ടുള്ള ഒരു വിമർശനം വന്നിരിക്കുന്നത് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് തന്നെയാണ്. അത് ആ സമുദായത്തിലുള്ള മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് തന്നെയാണ്. എങ്ങനെയാണ് പ്രതികരണം? ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഭരണഘടനയുടെ കാര്യത്തിലൊക്കെ ഇതിനു മുമ്പും നമുക്കറിയാവുന്നതാണ്. ഒരു തവണ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടതാണ് അദ്ദേഹത്തിന്. അതുകൊണ്ട് ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ അദ്ദേഹത്തിന് കൂടുതൽ വളരെയധികം ആഴത്തിലുള്ള അറിവുള്ള ആളാണ്. ഞാൻ അതുകൊണ്ട് അദ്ദേഹത്തെ പഠിപ്പിക്കാൻ മുതിരുന്നില്ല. പക്ഷേ കേരളത്തിലെ ഒരു സാഹചര്യം മാധ്യമങ്ങളെങ്കിലും മനസ്സിലാക്കും എന്ന് ഞാൻ കരുതട്ടെ. കാരണം ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ കഴിഞ്ഞ ദിവസം തുറന്നു പറഞ്ഞിട്ടുണ്ട്, ജമാഅത്തെ ഇസ്ലാമിയുടെ സഹായം സ്വീകരിക്കാത്ത ഏക പാർട്ടി BJP ആണ്. അപ്പോ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള പ്രതികരണത്തിലൂടെ ആരെങ്കിലുമൊക്കെ സുഖിപ്പിക്കേണ്ടത് ചിലർക്കൊക്കെ ആവശ്യമായിരിക്കാം. അല്ലെങ്കിൽ കാസയോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്രിസ്ത്യൻ സംഘടനകളെയോ ഏതെങ്കിലും. കെന്നഡി കരിമകാലയിൽ പ്രതികരിക്കുകയായിരുന്നു. ചില സാങ്കേതിക തകരാറുകൾ, അദ്ദേഹത്തിന്റെ ഫോൺ കട്ടായി എന്നാണ് പറയുന്നത്. ഭരണഘടനയെക്കുറിച്ച് പരാമർശം നടത്തിയിട്ടുള്ള മന്ത്രി പറയുന്നതിൽ അത്ഭുതമില്ല എന്ന തരത്തിലുള്ള ഒരു പരാമർശമാണ് കെന്നഡി കരിമകാലിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. ഒരു വിഭാഗം ക്രൈസ്തവർ വർഗീയത പരത്തുന്നു എന്നുള്ളതാണ് മന്ത്രിയുടെ ആ പരാമർശത്തിൽ ഒരിക്കൽ കൂടി കണ്ട ശേഷം.